കണ്ണൂരിലെ മലയോര മേഖലയായ കോളിത്തട്ടിലെ സഹകരണ ബാങ്കിലും കോടികളുടെ തട്ടിപ്പ്. 15 കോടിയോളം രൂപയാണ് മരണപ്പെട്ടവരുടെ അടക്കം പേരിൽ ജീവനക്കാർ ഉൾപ്പെടെ തട്ടിയെടുത്തത്. നിക്ഷേപിച്ച പണത്തിനായി നിക്ഷേപകർ ഒരു വർഷമായി ബാങ്കിൽ എത്തുന്നുണ്ടെങ്കിലും CPM ഭരിക്കുന്ന ബാങ്ക് മൗനത്തിലാണ്. സഹകരണ ബാങ്ക് അല്ലെങ്കിൽ സഹകരണ സംഘത്തിൽ പണം നിക്ഷേപിക്കാൻ മടിക്കുകയാണ് ജനങ്ങൾ. കരുവന്നൂർ സഹകരണ സംഘത്തിൽ നടന്ന അഴിമതി പുറത്തുവന്നതിന് പിന്നാലെ നിരവധി തട്ടിപ്പ് കേസുകളാണ് പുറത്തുവരുന്നത്. ഏറ്റവും അവസാനം കണ്ണൂർ ജില്ലയിലെ മലയോര ഗ്രാമമായ കോളിത്തട്ട് സഹകരണ ബാങ്കിൽ നിന്നും നിക്ഷേപകർക്ക് പണം ലഭിക്കുന്നില്ല. മക്കളുടെ ഉന്നത വിദ്യാഭ്യാസത്തിനായി നിക്ഷേപിച്ച പണത്തിനായി ഒരു വർഷം നടന്നിട്ടും പലർക്കും പണം ലഭിച്ചിട്ടില്ല. 15 കോടിയുടെ തിരിമറി CPM ഭരിക്കുന്ന ബാങ്കിൽ നടന്നു എന്നാണ് ആരോപണം. ഇവിടെ കുറേ ക്രമക്കേട് നടന്നിട്ടുണ്ട്. ഈ കോളിത്തട്ട് സഹകരണ ബാങ്കിൽ പറഞ്ഞാൽ ഇത് സഹകരണ ബാങ്കല്ല, ഇത് കൊള്ള ബാങ്കാന്ന് പറയാം. അങ്ങനെ എൻ്റെ ഇവിടെ 3 ലക്ഷം രൂപയാണുള്ളത്. 2018 മുതൽ എനിക്ക് കോളിത്തട്ടിൽ ഒരു 10 സെൻറ്റ് സ്ഥലം വിറ്റ് വെച്ച് ഇവിടെ കുറച്ച് പൈസ ഞാൻ വെച്ചു. നമ്മൾക്ക് എല്ലാവരും ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ, പിള്ളേരുടെ ഉന്നത വിദ്യാഭ്യാസം സമയപ്പം ആകുമ്പോഴത്തേക്ക് നമ്മൾ പൈസ എടുത്തിട്ട് അവരുടെ ആവശ്യത്തിന് വേണ്ടി ഇവിടെ പൈസ വെച്ചതാണ്. ഇപ്പം എൻ്റെ 2 പിള്ളേരിപ്പം ഉന്നത വിദ്യാഭ്യാസത്തിന് ഒരു കോളേജിലൊക്കെ പഠിക്കുന്നതാണ്. അവർക്ക് വേണ്ടി പൈസ ചോദിക്കുമ്പോൾ കഴിഞ്ഞ നവംബർ മുതൽ ഇവരുടെ പുറകെ നടക്കുക. ഓരോരോ അവധി പറഞ്ഞ് ഇന്ന് നാളെ പറഞ്ഞ് ഇതേവരെ നമുക്ക് ഒരു നയ പൈസ ചെറിയ ഒരു ഇൻട്രസ്റ്റൊക്കെ തന്നില്ല പറഞ്ഞാൽ കുറച്ച് പൈസ തന്നു. എന്നാലും ഒരു 3 ലക്ഷം രൂപ പലയിടത്തും ഇവിടെ ബാക്കിയുണ്ട്. നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുകയാണെന്ന് വരിയിൽ ഇത് ജപ്തി ചെയ്ത് കൊണ്ടുപോകാൻ ഇവർക്ക് നിയമമുണ്ട്. അതേ നിയമപ്രകാരം നമുക്കും ഈ പൈസ തിരിച്ച് കിട്ടണം. വേണ്ടേ? തീർച്ചയായിട്ടും കിട്ടിയാൽ മതിയാവുള്ളൂ. അതേ നിയമപ്രകാരം. അല്ലാതെ ഇപ്പം കിടപ്പ് രോഗിയെ കട്ടിലിൽ നിന്ന് ഇറക്കി ഇങ്ങോട്ട് കൊണ്ടുവന്ന് കിടത്തിയിട്ട് റൂം അടച്ച് ഉദ്യോഗസ്ഥരോട് നാട്ടുകാർ വന്ന് ചോദിച്ചപ്പോൾ എന്നാ പറഞ്ഞാൽ ഇത് ഞങ്ങളുടെ നിയമമാണ്. അതേ നിയമം സാധാരണ കർഷകനും ഇവിടെ ഉണ്ടാകണമെന്ന്. ഇത് ഡെപ്പോസിറ്റ് ചെയ്തു പോയെന്നുള്ള ഒരു തെറ്റേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. 2013 മരിച്ച ആൾ 2018 ജാമ്യം നിന്ന് ലോൺ എടുത്തു എന്നാണ് ചില രേഖകൾ. പണം തിരികെ ലഭിക്കാൻ നിരവധി പരാതികൾ നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കാൻ ബാങ്ക് പ്രസിഡന്റും തയ്യാറാവുന്നില്ല. 2 ശാഖകളുള്ള കോളിത്തട്ട് സഹകരണ ബാങ്കിൻ്റെ അരബി ബ്രാഞ്ച് പൂട്ടിയ നിലയിലാണ്. വിഷയത്തിൽ സർക്കാർ ഇടപെടണമെന്നാവശ്യപ്പെട്ട് തിങ്കളാഴ്ച ജനകീയ ധർണ നടത്തുന്നുണ്ട്. കൃഷി ചെയ്ത് മിച്ചം പിടിച്ച് നിക്ഷേപിച്ച തുകയാണ് ബാങ്ക് ജീവനക്കാരും ഭരണസമിതിയും കട്ടുമുടിച്ചത്. അമൃത ന്യൂസ്, കണ്ണൂർ.